മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എൻ ഷംസുദ്ദീന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് റഷീദ് ആലായൻ തന്നെ നേതൃത്വം നൽകുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി മരിക്കാർ മാരായമംഗലം. മണ്ഡലം കമ്മിറ്റിക്ക് മുകളിൽ മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആരെങ്കിലും വല്ല നീക്കങ്ങൾ നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള ഒരു ഘടകം മാത്രമായിട്ടാണ് ഈ സമിതിയെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ന് ഇലക്ഷൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടപ്പാടിയിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിയോജകമണ്ഡലം ലീഗ് കമ്മിറ്റിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുമാണ് ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പോഷക സംഘടനകളുടെ നേതാക്കന്മാരും ജില്ലാ ലീഗിന്റെ ഭാരവാഹികളുമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇനി ഇവിടെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേരുകയാണ്. ആ കൺവെൻഷനിൽ വെച്ച് കീഴ്വഴക്കം അനുസരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ആള് ചെയർമാനും ലീഗിന്റെ ആള് ജനറൽ കൺവീനറുമായി ഒരു കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റി തന്നെ ആയിരിക്കും ഇവിടെ തെരഞ്ഞെടുപ്പ് പരിപൂർണമായും നിയന്ത്രിക്കുക. മണ്ണാർക്കാട് നിന്ന് പാണക്കാട് പോയവർ തെറ്റുതിരുത്തി മാപ്പ് പറഞ്ഞ് മടങ്ങിയെത്തിയിരിക്കുകയാണ്. സംഘടനാ രീതി അനുസരിച്ച് അച്ചടക്ക നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും. നിലവിൽ എല്ലാവരും ഒത്തൊരുമിച്ച് തിരഞ്ഞെടുപ്പ് വിജയത്തിനായി രംഗത്തിറങ്ങാനാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ഇലക്ഷനിൽ ആ ഇലക്ഷൻ നേരിടുന്ന പാർട്ടിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കീഴ്പ്പെടലല്ല, ഇവ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അതിന് മെറിറ്റ് ഉണ്ടോ മെറിറ്റ് ഇല്ലേ എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഇലക്ഷന് ശേഷം പരിശോധിക്കും. പാർട്ടി കേട്ടു എന്നുള്ളതാണ്. പാർട്ടി കേട്ടു എന്നുള്ളത് അത് ഉള്ള പാർട്ടി കേൾക്കും, അത് കേൾക്കാതിരിക്കില്ല. ഇപ്പൊ നിലവിൽ റഷീദാലാനെ മാറ്റിയിട്ടില്ല. ഇല്ലല്ല. ഇനി ഇപ്പൊ ഈ വിട്ടുനിൽക്കുന്ന അതായത് നോമിനേഷൻ പ്രക്രിയയിൽ പോലും വിട്ടുനിന്ന നേതാക്കളൊക്കെ ഇനി സജീവമായിട്ട് പറഞ്ഞു. ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുക്കുമോ? കോട്ടപ്പാടത്ത് ഇന്ന് കൺവെൻഷൻ നടക്കുന്നുണ്ട്. ആ കൺവെൻഷനിൽ ഇന്നലെ മുതൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കണം എന്ന് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ സജീവാവുന്നു. അല്ല, ഇപ്പോഴേ ഈ നിയോജകമണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലാന്റെ നേതൃത്വത്തിൽ തന്നെയാണോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതലകളെല്ലാം അല്ലാതെ അതിന് മുകളിലൊരു ആളെ വെച്ചിട്ടില്ല. ഇതാണ് ഒരു സംശയം ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും പത്രക്കാരനെ ചോദിക്കുന്നത്. അതിന്റെ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് റഷീദ് ആലായനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വരും. അതിനനുസരിച്ച് വിമത വിഭാഗം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ഇലക്ഷൻ കഴിഞ്ഞ് ചർച്ചയിൽ തീരുമാനമെടുക്കും. അല്ലേ? സ്ഥാനാർത്ഥി നിർണയം പാണക്കാട് തങ്ങൾ കൃത്യമായ പഠനം നടത്തിയെടുത്ത തീരുമാനമാണ്. MLA എന്ന നിലയിൽ 100% വിജയിച്ച വ്യക്തിയാണ് എൻ ഷംസുദ്ദീൻ. അദ്ദേഹം മന്ത്രിയാവാൻ എല്ലാവിധ അർഹതയുമുള്ള നേതാവാണെന്നും മരിക്കാർ മാരായമംഗലം പറഞ്ഞു. മണ്ണാർക്കാട് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ചർച്ചയുണ്ടോ, ഷംസുദ്ദീനെ മാറ്റുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ MLA എന്നുള്ള നിലയിൽ അയാൾ 100% വിജയമാണ്. അപ്പൊ 4 ടൈം ആയില്ലേ എന്ന് തിരിച്ചു ചോദിച്ചു. 4ഉം 5ഉം 6ഉം ഒക്കെ ആക്കാനുള്ള അധികാരം ഞങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റിനാണ്. അത് ചിലപ്പോ അപ്പൊ ഷംസുദ്ദീന് ഇളവ് ലഭിക്കുമോ, ആ ഇളവ് ലഭിക്കുമോ ലഭിക്കില്ല എന്ന് പറയേണ്ടതൊക്കെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ചരിത്രത്തിൽ ഇല്ലാത്ത ചില സ്വാരസ്യങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടായി. പല ആളുകളും അവിടെ പോയി കരഞ്ഞ് മാപ്പപേക്ഷിച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. ചായക്കോപ്പയിലെ എല്ലാം നിങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്താലും ശരി, പാണക്കാട് തങ്ങളുടെ പ്രഖ്യാപനത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തിയതിൽ ആരും വിജയിച്ചിട്ടില്ല. മണ്ഡലത്തിൽ 15,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൻ ഷംസുദ്ദീൻ വിജയിക്കും. അനുകൂലമായ രാഷ്ട്രീയ തരംഗമുണ്ടായാൽ MPക്ക് ലഭിച്ച അത്രയും വലിയ ഭൂരിപക്ഷം ഷംസുദ്ദീനിന് ലഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ചിലപ്പോ ഈ സുനാമിയിൽ, ഈ തരംഗത്തിൽ പ്രിയപ്പെട്ട പാലക്കാട് പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിനും വിജയിക്കാൻ സാധ്യതയുണ്ട്. വിജയിച്ചാൽ ഷംസുദ്ദീൻ ഒരു മന്ത്രിയാകുമോ? അർഹതയിൽ 15,000 മിനിമം. ചിലപ്പോ പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് ഭൂരിപക്ഷത്തിൽ 15,000+. CCN മണ്ണാർക്കാട്.